ഞാൻ ഡോക്ടർ നിതിൻ ഹെൻറി, MVR ക്യാൻസർ സെന്ററിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്നു. സന്നദ്ധ രക്തദാനം എന്നത് ആർക്കെന്ന് അറിയാതെ ഇച്ഛയാൽ രക്തദാന കേന്ദ്രങ്ങളിലേക്ക് നടന്നു ചെന്ന് രക്തം ദാനം നൽകുന്ന ഒരു പ്രൊസീജിയറിനാണ് പറയുന്നത്. ഇതിന് വിപരീതമായ റീപ്ലേസ്മെന്റ് ഡൊണേഷൻ എന്നത് ഒരു വ്യക്തിക്ക് രക്തം വേണ്ടുന്ന സാഹചര്യത്തിൽ അയാൾക്ക് രക്തം കൊടുക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഉപയോഗിച്ച രക്തത്തിന് രക്തദാന കേന്ദ്രത്തിൽ പകരം നൽകുകയോ ചെയ്യുന്ന സാഹചര്യത്തിനാണ്. ആദ്യത്തെ പറഞ്ഞതാണ് കൂടുതൽ ഐഡിയൽ. അത് പക്ഷേ സന്നദ്ധ രക്തദാനം ഇന്നും നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു തന്നെ നിൽക്കുന്നു. അതിന് പ്രധാനമായ കുറച്ച് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും കൂടുതലും രക്തദാന സംഘടനകളോട് ചേർന്ന് നിൽക്കുന്ന ദാതാക്കളാണ് വോളണ്ടറി ബ്ലഡ് ഡൊണേഷന് ആപ്റ്റായി റെഗുലറായി രക്തദാനം നൽകുന്നത്. പക്ഷേ രക്തദാന ബാങ്കുകളും പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സും രക്തദാന സംഘടനകളും ചേർന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി റീപ്ലേസ്മെന്റ് ഡൊണേഷനെ അവർ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇത് ഒന്നും മറ്റതിനെ വളം വെച്ച് ഒരു വിഷമവൃത്തം അല്ലെങ്കിൽ ഒരു വിഷ്യസ് സർക്കിൾ രൂപപ്പെട്ട് അതൊന്ന് അടുത്തതിനെ ഫ്യൂവൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒന്ന്, രക്തദാന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അവരുടെ മെമ്പേഴ്സിനെ റീപ്ലേസ്മെന്റ് ഡൊണേഷന് വേണ്ടി മാത്രം ഓർമ്മപ്പെടുത്തി വിടുന്നതിന് പകരം എല്ലാ 3 മാസവും 4 മാസവും കൂടുമ്പോൾ വോളണ്ടറി ആയി രക്തദാന മേഖലയ്ക്ക് രക്തം നൽകുന്നതിനായി അവരെ പ്രോത്സാഹിപ്പിച്ച് ഓർമ്മിപ്പിച്ച് വിട്ടാൽ ഒരു പരിധിവരെ ഇതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. രണ്ടാമതായി, രക്തദാന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അവരുടെ മെമ്പേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ, അവരുടെ മെമ്പേഴ്സ് വളരെ കുറച്ച് നമ്പേഴ്സ് ആയിരിക്കും, അവരെ മാത്രം ഫോക്കസ് ചെയ്യാതെ സമൂഹത്തിലുള്ള ബാക്കിയുള്ള സംഘടനകളിലും ബാക്കിയുള്ള ആൾക്കാരിലേക്കും ആഴ്ന്ന് ഇറങ്ങി മോട്ടിവേഷണൽ ടോക്കുകളും അവരുമായി റെഗുലർ കമ്മ്യൂണിക്കേഷൻ നടത്തുവാണെങ്കിൽ അവരുടെ സംഖ്യ കൂട്ടുകയും ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടിനെ ബാക്കിയുള്ള ജനങ്ങളിലേക്കും നമുക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായി, രക്തദാന കേന്ദ്രങ്ങൾ രക്തദാതാക്കളിലേക്ക് ഇറങ്ങി കൂടുതൽ ക്യാമ്പുകൾ നടത്തുകയും കൂടുതൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ മോട്ടിവേഷണൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും ചെയ്താൽ തന്നെ ഒരു പരിധിവരെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ നമുക്ക് ഉയർത്താൻ സാധിക്കും.